ഹിന്ദു ദൈവങ്ങളെ ലൈംഗിക അധിക്ഷേപം നടത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. ആദർശ സമ്മേളനം എന്ന പേരിൽ അരീക്കോട് നടന്ന പരിപാടിയിലായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയത്. ഉത്തരേന്ത്യയിലെ ഓരോ പള്ളികളും ആരാധനാലയങ്ങളും പൊളിക്കുകയാണെന്നും ശിവന്റെ ലിംഗമുണ്ടെന്നും പാർവതിയുടെ ഫർജ് ഉണ്ടായിരുന്നെന്നും പറഞ്ഞാണ് പള്ളികൾ പൊളിക്കുന്നതെന്നും ആയിരുന്നു ഉമർ ഫൈസി മുക്കം ഉയർത്തിയ പ്രധാന ആരോപണം. കൂടാതെ കോടതിയെ അവഹേളിക്കുന്ന വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സർവേ നടത്തണമെന്ന് കോടതിയും പറയുകയാണെന്നായിരുന്നു നടത്തിയ പ്രധാന പരാമർശം എന്നത്. മാത്രമല്ല, ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും ചെയ്തു. ഉമർ ഫൈസിയുടെ പ്രസംഗത്തിൽ സമസ്തയ്ക്ക് വേണ്ടി ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് അബ്ദുസമദ് പൂക്കോട്ടൂർ രംഗത്തെത്തുകയുണ്ടായി. ശിവനും പാർവതിക്കും എതിരായി ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനം സമസ്തയ്ക്ക് അപമാനമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. മറ്റ് മതസ്ഥരെയും അവരുടെ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം മതമെന്നും സമസ്ത പൂക്കോട്ടൂർ വ്യക്തമാക്കുകയും ചെയ്യുകയുണ്ടായി. ഹൈന്ദവ ദർശനം അനുസരിച്ച് ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരമാണ് പാർവതി എന്നത്. ശിവൻ ശരീരമാണെങ്കിൽ അതിലെ ശക്തി പ്രധാനമായും പാർവതിയാണ്. പാർവതിയെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളും നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം അനുസരിച്ച് മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശം ഖേദകരമായി പോയി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി.